ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ഉലുവച്ചീര ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഉലുവച്ചീര. ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ല ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് തക്കാളി വേണം, കുറച്ച് മസാലകളും ആവശ്യമുണ്ട്. ഒരു തക്കാളി, കുറച്ച് മസാലകളും ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊന്ന് വാട്ടി. കുറച്ച് സമയം എണ്ണ കുറഞ്ഞിട്ടൊന്ന് വാടിയെടുക്കാം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ വാടി വന്നാൽ മതി. ഇതിൽ കുറച്ച് എണ്ണ കൂടുതലുണ്ടായിരുന്നു, ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത്ര എണ്ണ മതി. ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വാടി വെക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അത് ചൂടുള്ള എണ്ണ കൊണ്ട് അതിൻ്റെ ചുവ അങ്ങ് പൊയ്ക്കോളൂ. നല്ല മൊരിഞ്ഞോളൂ. എണ്ണ ചൂടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു പച്ച ചുവ ഉണ്ടാവും. അങ്ങനെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് വെക്കുകയാണ്. പിന്നെ പച്ചമുളക്, മഞ്ഞൾ, ഇത് നന്നായി ഇതിലൊന്ന് കിടന്ന് വെന്ത് വരും. ഇത് നമുക്കിതിലേക്ക് മുളകും ഇതൊക്കെ ചേർത്ത് വെക്കാനാണ്. ഇത് വെന്ത് പച്ച മണക്ക് പോകും. മൂടിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് മസാലകൾ ചേർക്കാനാണ്. നമുക്ക് മുളകിൻ്റെ ഇട്ടുണ്ട്, 1 ടീസ്പൂണുണ്ട്. പിന്നെ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ, കുരുമുളക് വെട്ടി. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോയത്. ഇതെല്ലാം ഒന്ന് ചേർത്തെടുക്കാം. നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വേവാനേ ഉള്ളൂ. വാട്ടിയെടുത്തിട്ടല്ലേ ഉള്ളൂ എണ്ണയിൽ. ഉരുളക്കിഴങ്ങ് വെന്ത് വരട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടിക്കൊടുക്കാം. വേവട്ടെ. തുറന്നു. വെന്ത് വന്നു. ഇനി നമുക്ക് ഉലുവച്ചീര അതിലേക്ക് ഇട്ടു. നല്ല ഉലുവച്ചീര ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഉലുവന്നെ നല്ല ഗുണമുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ചീരല്ലേ ഇത്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഇളക്കി ചേർത്തിട്ട് മൂടി വെക്കണ്ട. മൂടി വെച്ചാൽ കുറേ വെള്ളം വരും, അപ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. തുറന്നിട്ട് വെച്ചാൽ മതി. ഇത് വേവാൻ വേണ്ടിയിട്ട് തുറന്ന് വെക്കട്ടെ, മൂടിയേ വേണ്ട. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ ചീര പോലെയല്ല, കുറച്ച് വേവുണ്ട്. അതാണ് മൂടി കൊടുക്കണ്ടെന്ന് പറയുന്നത്. മൂടി കൊടുത്താൽ പിന്നെ ഇതിൽ കുറേ വെള്ളം വരും, അപ്പോൾ നമുക്ക് ഒരു കയ്പ്പും വരും. ഉലുവയല്ലേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു ലേശം പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, നമുക്ക് നന്നായി വാങ്ങാൻ കിട്ടും. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.